ഹലോ ഹായ്, ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് തിയേറ്റർ റിലീസായി എത്തിയ പുതിയൊരു തമിഴ് പടത്തിന്റെ വിശേഷങ്ങളാണ്. വിശാൽ നായകനായി വന്ന രത്നം എന്ന ചിത്രത്തിന്റെ വിശേഷമാണെന്ന് പറയാൻ പോകുന്നത്. ഒരു കാലത്തിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്ന ഡയറക്ടേഴ്സ് ആണ് ഇപ്പോൾ ഹരിയും അതുപോലെ ധരണി എന്ന് പറഞ്ഞാൽ ഗില്ലി പോലത്തെ പടങ്ങളൊക്കെ എടുത്ത ധരണി, അതുപോലെ ഹരി. അപ്പോൾ ഹരിയാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ചിത്രം യാനൈ എന്ന ചിത്രമാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് സാമി 2 ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാരി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരുപാട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അതായത് വേൽ, ആറു, സാമി, സിംഗം 1, 2, 3. അദ്ദേഹത്തിന്റെ ഒരു ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടവർക്കറിയാം. അതായത് ഇപ്പോൾ അദ്ദേഹം സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ സ്പീഡിൽ നിന്നും ഒരു 1.5 സ്പീഡ് കൂട്ടി വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്ര സ്പീഡ് കട്ടുകളാണ്, അത്ര സ്പീഡ് എഡിറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. അതായത് അത്രയും ഒരു മാസ് എലമെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രം അത്രയധികം ഒരു ഫ്ലോയിൽ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ, രത്നം എന്ന ഈ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ നോർമൽ സ്പീഡിൽ തന്നെയാണ് അദ്ദേഹം എഡിറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ വിശാലിന്റെ പടങ്ങൾ അറിയാം. തങ്കച്ചി പാസം, അണ്ണൻ പാസം, അപ്പ പാസം, അമ്മ പാസം എന്നൊക്കെ പറയും പോലെ സമൂഹത്തിലുള്ള കുറെ പേരുടെ ഒരു നന്മ മരമായി പ്രവർത്തിക്കുന്ന ഒരു നായകനാണ് വിശാൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഒരു ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഇതിലെ കഥാനായകൻ വിശാൽ. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും പോലെ തന്നെ ഈ ചിത്രം തുടങ്ങുമ്പോഴും ആദ്യം അദ്ദേഹത്തിന്റെ ഒരു എൻട്രിക്കായി ഒരു മാസ് ഫൈറ്റ് ഉണ്ടാവും. ഇതിലെ ഒരു ഫൈറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിലെ ഫൈറ്റ് രംഗങ്ങൾ ഒരു 5-10 ഫൈറ്റ് രംഗങ്ങളുണ്ട്. എനിക്കതിൽ ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോൾ തമിഴ് പടങ്ങളിലൊക്കെ ഒരു 25-30 വില്ലന്മാര് വരും, നായകൻ ഒരാളായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഈ വില്ലന്മാരെ നായകൻ തുറതുറ അടിക്കുന്നു. പക്ഷെ ഇതിലിപ്പോ ഒരു വില്ലന്റെ തലയിൽ കട്ടപ്പാറ കൊണ്ട് അടിച്ച് ഒരു 50 അടി അടിച്ചിരുന്നാൽ പോലും അവൻ ഒരു പരിക്കും ഇല്ലാതെ തിരിച്ച് സ്പ്രിങ് പോലെ അടിച്ചിരുന്ന് വീണ്ടും അടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ തമിഴ് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ തീർത്തും വ്യത്യാസമായി ഒരു ഫൈറ്റ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിശാൽ വരുന്ന വില്ലന്മാരെ എല്ലാം ഒറ്റ വെട്ടിനെ എണ്ണാൻ കൊല്ലുകയാണ്. അതുകൊണ്ട് പിന്നെ അവരെ കൊണ്ടുള്ള ഒരു ശല്യം ഇല്ലാത്തത് കൊണ്ട് ഫൈറ്റ് തീരെയും ബോറില്ലാതെ കണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ഫൈറ്റ് കഴിയുന്നു. പിന്നെ ഒരു ബാർ ഡാൻസ് ആണ്. ആ ബാർ ഡാൻസിന് ശേഷം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നായികയെ കാണുന്നു. വിശാൽ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്നു. പിന്നെ അവളുടെ പുറകെ നടക്കുന്നു ഒരു സോങ്. ശേഷം പിന്നെ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് കിടക്കുന്നു, അവളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു, അതിന്റെ കഥകൾ കാണിക്കുന്നു. തുടർന്ന് വിശാൽ അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ ആ കഥകൾ തേടി പോകുന്നു. തുടർന്ന് ഉണ്ടാകുന്ന കുറെ സംഭവങ്ങൾ, അതായത് ഹാരി എന്ന ഒരു ഡയറക്ടറിന്റെ എല്ലാ ഒരു മൂവീസ് എടുത്തിരുന്നാലും ഉള്ള ഒരു കാര്യം തന്നെയാണ് പവർഫുൾ ആയ ഒരു വില്ലൻ. അതായത് കുറച്ച് പൊളിറ്റിക്കലി സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെ ആയിരിക്കും പവർഫുൾ ആയ ഒരു വില്ലൻ. നായകൻ സാധാരണഗതിയിൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് വരാറ്. പക്ഷെ ഇതിൽ വിശാൽ പോലീസ് ഓഫീസർ അല്ല, ഒരു റൗഡി ആയിട്ടാണ് വരുന്നത്. ശേഷം ഈ പവർഫുൾ ആയ വില്ലനും നമ്മുടെ നായകനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കുറെ ഫൈറ്റ് രംഗങ്ങളും അതിനിടയ്ക്ക് കുറെ വളിപ്പൻ കോമഡീസും ഒക്കെ. അതായത് യോഗി ബാബു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വിശാലിന്റെ കൂടെയുള്ള യോഗി ബാബു, അതുപോലെ മൊട്ട രാജേന്ദ്രൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ മാക്സിമം ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലെ കോമഡി സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ കൈ രണ്ടായിട്ട് മുറിഞ്ഞു പോവുക, അതിനെ ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചു വെക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് കോമഡിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആസ്വദിക്കുന്നവരുണ്ടാവും. പക്ഷെ പേഴ്സണലി എനിക്ക് അത് വളരെയധികം വലുപ്പമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൽ വിശാലിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 പേരെങ്കിലും കൊല്ലുന്നുണ്ട്. പക്ഷെ വിശാലിന് എന്തോ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ശിക്ഷാവിധികളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ കൂളായിട്ട് എല്ലാവരെയും കൊന്നിട്ട് പോകുന്നുണ്ട്. പക്ഷെ അയാൾക്ക് കോടതിയും പോലീസും ഒന്നും കേസൊന്നും എടുക്കുന്നില്ല. അയാൾ വീണ്ടും വളരെ സന്തോഷവാനായിട്ട് നടക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് കൊന്നതിന് ശേഷം പിന്നെ ഇപ്പോ കളക്ടറും കുറച്ച് മന്ത്രിമാരും അതുപോലെ പോലീസിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുടെ കൂടിയിരുന്ന് ഒരു വട്ടമേശ സമ്മേളനം പോലെ കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. അതായത് വിശാൽ ഒരു 4-5 പേരെ ഇപ്പൊ കൊന്നതായിട്ട് അറിഞ്ഞല്ലോ, ആ ഒരു കേസിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ കൂടിയിരുന്ന് കുറെ ചർച്ചകൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അതായത് ഒരു രാജഭരണം, ആ ഒരു കാലത്തെ ഒരു രാജഭരണം നിലവിലുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം പോലെയാണ്. പക്ഷെ 2024 നടക്കുന്ന കഥ എന്നാണ് ആദ്യം കാണിക്കുന്നത്. 2024 ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ പടത്തെ പറ്റി വളരെ ചുരുങ്ങിയ രീതിയിൽ ഇത്രയാണ് പറയാനുള്ളത്. എനിക്ക് വളരെയധികം എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒട്ടും തന്നെ കണക്ട് ആവാത്ത ഒരു ചിത്രമാണ്. അതായത് ഇപ്പൊ കുറെ മാസ് ഫൈറ്റുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ കോമഡീസും അങ്ങനെയൊക്കെ മാത്രം കണ്ടാൽ മതി, അങ്ങനത്തെ ഒരു ചിത്രമാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളൊരു പ്രേക്ഷകനാണെങ്കിൽ ഉറപ്പായും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായും ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചിത്രം കണ്ട ഒരാളാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പം മറ്റ് ഗംഭീരമായ ഒരു എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.